നമസ്കാരം. ഞാൻ ഡോക്ടർ മേഴ്സി സി.വി. ഞാൻ കഴിഞ്ഞ 31 വർഷത്തെ ഗവൺമെൻറ് സർവീസിന് ശേഷം അഡീഷണൽ ഡയറക്ടറായിട്ട് റിട്ടയർഡതിന് ശേഷം ഇപ്പോൾ അപ്പോളോ വെഡ്ലെക്സ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ കൺസൾട്ടൻറ്റ് ഒബ്സ്ട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. ഇന്നത്തെ നമ്മുടെ വിഷയം സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ എന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ലോകത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു കില്ലറാണ് സ്തനാർബുദം. അതായത് ഏകദേശം ഒരു 3rd കില്ലർ ഓഫ് വിമൻ ഇൻ ഓൾ ഓവർ ദ വേൾഡ് എന്നാണ്. ലോകത്തിലെ 3rd കില്ലറാണ് സ്തനാർബുദം. സ്തനാർബുദത്തിന് ഒത്തിരി കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. എങ്കിലും നമുക്ക് അതൊരു സ്ഥിരീകരണ കാരണങ്ങളായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. കാരണങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ആദ്യമായി തന്നെ ഏർലി മെനാർക്കി, അതായത് 12 വയസ്സിന് മുൻപുള്ള മെനാർക്കി അഥവാ ആർത്തവ ചക്രത്തിൻ്റെ തുടക്കം. ആർത്തവ തുടക്കം നേരത്തെ ആയാൽ സ്തനാർബുദ ഒരു കാരണമാണ്. അഥവാ ആർത്തവ വിരാമം 55 വയസ്സിന് ശേഷമാണെങ്കിൽ അതും ഒരു സ്തനാർബുദത്തിൻ്റെ കാരണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിനേക്കാളും കൂടുതലായിട്ട് ഇന്ന് കാണുന്നത് വെസ്റ്റേൺ കൺട്രീസിലാണ് സ്തനാർബുദം ഒരു വലിയ വിപത്തായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇന്നിപ്പോൾ അത് ഒരു ഓൺ ദ റൈസ്, ഇച്ചിരി കൂടിയ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതിൻ്റെ കാരണങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളിന്ന് സ്ത്രീകൾ മിക്കവാറും പേരും ഇന്ന് ജോലിക്കാരാണ്. അപ്പോൾ എല്ലാവരും അവരുടെ ആദ്യത്തെ പ്രഗ്നൻസി കുറച്ച് നീട്ടുമ്പോൾ, അതായത് 30 വയസ്സിന് ശേഷം ആദ്യത്തെ പ്രഗ്നൻസി വരികയാണെങ്കിൽ ചാൻസസ് ഓഫ് സ്തനാർബുദം കൂടുകയാണ്. അതിനുവേണ്ടി നമ്മൾ വേറെ പഠനങ്ങളിലേക്ക് കടക്കുമ്പോൾ 18 വയസ്സിനോടെ ആദ്യത്തെ ഗർഭം വരികയാണെങ്കിൽ സ്തനാർബുദത്തിൻ്റെ ചാൻസസ് കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഒബീസിറ്റി, അതായത് ഇന്ന് എല്ലാവരും സെഡൻറ്ററി ലൈഫ് അഥവാ വലിയ എക്സസൈസ് ഒന്നുമില്ലാത്തൊരു ലൈഫിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ഒരു കാരണമായിട്ട് പറയപ്പെടുന്നു. പിന്നെ അടുത്ത കാരണമായിട്ട് ഇതിനെ പറയുന്നത് കൂടുതലായും ഹോർമോൺ തെറാപ്പി അഥവാ ഹോർമോൺസ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഒരു എഫ്ലുവൻഷ്യൽ വിമൻ പോപ്പുലേഷൻ അഥവാ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ പലപ്പോഴും മെനോപോസൊക്കെ ആകുമ്പോൾ ഹോർമോൺസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതും വലിയൊരു കാരണമായിട്ട് നമ്മൾ കാണുന്നു. ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ബ്രസ്റ്റ്, സ്തനാർബുദം വീട്ടിലെ അമ്മയ്ക്കോ സഹോദരികൾക്കോ ഉണ്ടെങ്കിൽ കൂടുതൽ ഇൻസിഡൻസ് നമ്മൾ കാണുന്നുണ്ട്. അതിനുവേണ്ടി അപ്പൻ്റെ സിസ്റ്റേഴ്സിനാണെങ്കിൽ അത്രയ്ക്കും ഒരു ഇൻസിഡൻസ് നമ്മൾ കാണുന്നില്ല. പിന്നെ പ്രത്യേകിച്ചും ഫാമിലി ഹിസ്റ്ററി ഉള്ള സ്ത്രീകൾ 40 വയസ്സ് മുതൽ അല്ലെങ്കിൽ 35 വയസ്സ് മുതൽ ഇതിനെ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. സ്തനാർബുദം ഒരു മാരകമായ രോഗമല്ല. അത് ഏർലി ഡിറ്റക്ഷൻ, ഏറ്റവും മുൻപേ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ ഒരു പ്രോഗ്നോസിസ് അഥവാ വളരെ വലിയ ഒരു ജീവിത ചക്രത്തിൻ്റെ തുടർച്ച നമ്മൾക്ക് കിട്ടും. അതായത് പ്രോഗ്നോസിസ് ഇസ് ബെറ്റർ ഇഫ് യു ഡിറ്റക്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ ഏർലിയർ. ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പുതിയ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്തനാർബുദം എന്നൊരു വലിയ ഇഷ്യൂ അല്ല. അത് ഏർലി ഡിറ്റക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് അതിന് വേണ്ട ശരിയായ ചികിത്സ നൽകിയാൽ അവരുടെ ജീവിതചക്രം കുറേ കൂടി നീട്ടിക്കൊണ്ടു പോകാനും അവർക്ക് നല്ലൊരു ജീവിതം നയിക്കാനുമായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ വേറൊരു കാരണം പറയുന്നത് ട്യൂമർ മാർക്കേഴ്സ്. ഏതോ ഒരു ക്യാൻസറിനും അതിൻ്റെതായ ഒരു ട്യൂമർ മാർക്കറുണ്ട്. ആ ട്യൂമർ മാർക്കർ BRCA1 ഓർ BRCA2 എന്ന ട്യൂമർ മാർക്കർ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് സ്തനാർബുദം കൂടുതലായിട്ട് വരുന്നതായിട്ട്. ഇതിലിപ്പോൾ എങ്ങനെയാണ് സ്തനാർബുദം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ സ്ത്രീകളും ഒരു 30 വയസ്സിന് ശേഷമെങ്കിലും
ഞാൻ അങ്ങനെ പറയുമ്പോഴും 30 വയസ്സിന് മുൻപുള്ള സ്തനാർബുദവും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഏജ് കൂടുന്നതനുസരിച്ച് സ്തനാർബുദത്തിൻ്റെ അളവ് കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാ അമ്മമാരും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളും ഒരു പീരീഡ്സ് അഥവാ ആർത്തവചക്രം കഴിഞ്ഞതിന് ശേഷം സ്വയമായി ബ്രസ്റ്റിനെ, സ്തനങ്ങളെ ഒന്ന് പാൽപ്പേറ്റ് ചെയ്ത് നോക്കാനായിട്ട് അവർക്ക് കഴിയുകയാണെങ്കിൽ ഈ സ്തനാർബുദം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അവർ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം എല്ലാ മുകളിലെ വസ്ത്രങ്ങൾ മാറ്റിയതിന് ശേഷം ഇടതുവശം ഇങ്ങനെ വെച്ചിട്ട് വലതുവശം കൊണ്ട് പാൽപ്പേറ്റ് ചെയ്ത് നോക്കാനും ഈ വശം വെച്ചിട്ട് ഈ വശം പാൽപ്പേറ്റ് ചെയ്ത് നോക്കാനും അവർക്ക് സാധിക്കണം. അവരിരുന്ന് വേണം പാൽപ്പേറ്റ് ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും ഇങ്ങനെ നോക്കരുത്. യു ഷുഡ് പാൽപ്പേറ്റ് വിത്ത് ദ പാം ഓഫ് യുവർ ഹാൻഡ്. അതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. എന്തെങ്കിലും തടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നോഡുലാരിറ്റിയോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ സമീപിക്കേണ്ടതാണ്. ഇനി സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നാം വരുമ്പോൾ ആദ്യം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമായി സ്തനങ്ങളിൽ തടിപ്പോ അല്ലെങ്കിൽ മുഴയോ കാണുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഡോക്ടറെ കാണുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്തനത്തിൻ്റെ പുറത്തുള്ള തൊലി, ആ തൊലിക്ക് പല ഘടനാ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അതിൽ ചിലപ്പോൾ അത് ഭയങ്കര കട്ടിയായിട്ട് വരും. അതിന് ഞങ്ങൾ പറയുന്ന ഒരു ടേമാണ് പ്യൂഡി ഓറഞ്ച്. പ്യൂഡി ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലി പോലെ സ്തനങ്ങളുടെ തൊലി അത്ര കട്ടിയായി അതിൻ്റെ ആ ഒരു ഹെയർ ഫോളിക്കിൾസ് ഇങ്ങനെ വേർട്ട് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പ്യൂഡി ഓറഞ്ച്. അല്ലെങ്കിൽ നമുക്ക് ആക്സില, അതായത് കക്ഷത്തിലെ കഴലകൾ കൂടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് സ്തനാർബുദത്തിൽ. കഴലകളെയും നമുക്ക് സ്വയം തന്നെ എക്സാമിൻ ചെയ്ത് നമ്മുടെ ഡോക്ടറെ കാണാനും നമുക്ക് അത് കണ്ടുപിടിക്കാനും എത്രയും പെട്ടെന്ന് സാധിക്കും. പിന്നെ കാണുന്നത് നമ്മളുടെ നിപ്പിളിൽ കൂടെ ഉള്ള ഡിസ്ചാർജ്, അതായത് നമ്മുടെ മുലക്കണ്ണിൽ കൂടെ ചെറിയ രീതിയിലെങ്കിലും ഡിസ്ചാർജ് ഉണ്ടാകുക, അത് ബ്ലഡ് സ്റ്റെയിൻഡ് ആകുക, ചിലപ്പോഴത് ചോര മയത്തിലും കാണാറുണ്ട്. ഇതൊക്കെയാണ് സ്തനാർബുദത്തിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇതൊക്കെ ഞാൻ ഇനീഷ്യൽ സ്റ്റേജസ് ആണ് പറഞ്ഞത്. ഇത് പലരും നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരു ലേറ്റ് സ്റ്റേജിൽ പലപ്പോഴും പറയാനുള്ള മടി കൊണ്ടോ ഷെയിം കൊണ്ടോ ഒക്കെ പലരും വളരെ ലേറ്റ് സ്റ്റേജിൽ വരുന്ന സിറ്റുവേഷനും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പേഷ്യൻ്റ് പലയിടത്തും മെറ്റാസ്റ്റാസിസ് അഥവാ മെറ്റ്സ് പലയിടത്തും പോയി പേഷ്യൻ്റ് ഒരു ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന ഒരു സിറ്റുവേഷനും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും മിക്കവാറും സ്ത്രീകൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് എടുക്കുന്നത് കൊണ്ട് ഹെൽത്ത് ചെക്കപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ് മാമോഗ്രാം. പിന്നെ നമ്മൾ ഈ സ്തനാർബുദത്തിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഇപ്പോഴത്തെ ഒരു ഗ്രേഡിംഗ് ആണ് ബിറായ്ഡ്സ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഇമേജിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡാറ്റ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ 1 2 3 4 5 6 ഉണ്ട്. അത് പിന്നെ അതൊക്കെ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ബിറായ്ഡ്സ് 1, ബിറായ്ഡ്സ് 2, 3, 4, 5, 6 വരെയുണ്ട് ആ സ്റ്റേജസ്. അപ്പോൾ ആ സ്റ്റേജസ് അനുസരിച്ചും ആണ് നമ്മളിന്ന് സ്തനാർബുദത്തിനെ ഗ്രേഡ് ചെയ്യുന്നത്. ഇനി ഒരു പേഷ്യൻ്റ് വന്നാൽ എന്ത് ചെയ്യും? ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് മാമോഗ്രാം. രണ്ട് സ്തനങ്ങളുടെയും ബയലാട്രൽ മാമോഗ്രാം എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൗട്ട്ഫുള്ളായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കാണാനായിട്ട് സാധിക്കും. പിന്നെ അത് ചെറിയ സിസ്റ്റുകളായിട്ടാണ്, ബ്രസ്റ്റിലെ സിസ്റ്റുകളായിട്ടാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ലാക്ടിഫറസ് ഡക്ട്സിൻ്റെ പിന്നെ എൻലാർജ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ അതൊന്നും പേടിക്കാനില്ല. അല്ല ഇത് ചെറിയ രീതിയിലാണെങ്കിൽ നമ്മൾ ബയോപ്സി എടുക്കും. അത് പിന്നെ FNAC എടുക്കാം, ശരിക്കുള്ള ബയോപ്സി എടുക്കാം. കട്ട് നീഡിൽ ബയോപ്സിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ മെറ്റാസ്റ്റാസിസ് എവിടേക്ക് പോകുന്നു. ബ്രസ്റ്റിലെ ആദ്യത്തെ മുഴ കണ്ടു കഴിഞ്ഞാൽ അത് പരക്കുന്നത് പലപ്പോഴും ലോക്കൽ സ്പ്രെഡ് ടു ദ പിന്നെ ബ്രസ്റ്റിൻ്റെ തന്നെ സ്കിന്നിലേക്കായിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ടു ദ ബ്രസ്റ്റ് സ്കിൻ ടിഷ്യൂ ആൻഡ് ഓൾസോ ടു ദ ആക്സില പലപ്പോഴും എല്ലാ ഡോക്ടേഴ്സും ആക്സിലയും കൂടി എക്സാമിൻ ചെയ്യാറുണ്ട്. ആക്സില പിന്നെ നമ്മൾ 40 ഇയേഴ്സ് കഴിഞ്ഞാലാണ് മാമോഗ്രാം ചെയ്യുന്നത്. 40 ഇയേഴ്സിന് മുൻപ് ഡൗട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ അൾട്രാസൗണ്ടോ മാമോഗ്രാം ചെയ്യും.
ഈ സോണോ മാമോഗ്രാമിലും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആ പിന്നെ മാമോഗ്രാമിൻ്റെ റിസൾട്ട്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ബയോപ്സിയിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ബ്രസ്റ്റിലുള്ള മെറ്റാസ്റ്റാസിസ് എവിടേക്കൊക്കെ പോകുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി സ്കിന്നിലോട്ട് പോകാം, ആക്സിലയിലോട്ട് പോകാം. പിന്നെ വരുന്നത് ബ്ലഡ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത് ലങ്സിലോട്ട് പോകാം, ലിവറിലോട്ട് പോകാം, യൂട്രസിലോട്ട് പോകാം, ബ്രെയിനിലോട്ട് പോകാം. അപ്പോൾ സെക്കൻഡറി സ്റ്റേജിലോട്ട് പോകാതിരിക്കാനായിട്ട് നമ്മൾ എല്ലായ്പ്പോഴും ഒരു സെൽഫ് എക്സാമിനേഷൻ ഓഫ് ഹർ ബ്രസ്റ്റ്, ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എല്ലാ പെൺകുട്ടികളും ചെയ്തു നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ട്രീറ്റ്മെൻറ്റിലോട്ട് ഞാൻ അധികം കടക്കുന്നില്ല. കാരണം ഒരു കോമൺ മാന് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ ഒരു പോപ്പുലേഷനിൽ നമുക്കറിയേണ്ടത് എന്താണ് ഇതിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണിത് കണ്ടുപിടിക്കപ്പെടുന്നത്, എങ്ങനെ നമ്മളിത് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനെ പ്രോഗ്രസ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നാം എപ്പോഴും ഈ വക കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഡീബൾക്കിംഗ് ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, മാസ്റ്റക്ടമി ഉണ്ട്. പക്ഷേ ഈ മാസ്റ്റക്ടമിയൊക്കെ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പോൾ ബ്രസ്റ്റ് റീകൺസ്ട്രക്റ്റീവ് സർജറീസ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ആരും പേടിക്കാനില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂണോതെറാപ്പീസ്, പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ നമ്മുടെ ട്യൂമേഴ്സിനെ സപ്രസ് ചെയ്യാനുള്ള ഒത്തിരി തെറാപ്പീസ് നമുക്ക് ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. പഴയ പോലെയല്ല. ആ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, എത്രയും പെട്ടെന്ന് ബ്രസ്റ്റ് ഫീഡിങ് അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അത് ഞാൻ മുൻപ് പറഞ്ഞു, 18 വയസ്സിൽ കുഞ്ഞ് ആദ്യമായി ഉണ്ടാകുകയാണെങ്കിൽ ആ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, ബ്രസ്റ്റ് ഫീഡിങ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സ്തനാർബുദത്തിൻ്റെ ചാൻസസ് വളരെ കുറയും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ബ്രസ്റ്റ് ഫീഡിങ് പലപ്പോഴും പല കുട്ടികളും റിലക്റ്റൻ്റ് ആയിട്ട് കാണിക്കാറുണ്ട്. ആ റിലക്റ്റൻസ് നമ്മൾ മാറ്റണം. ബ്രസ്റ്റ് ഫീഡിങ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ പ്രിവെൻറ്റിങ് ബ്രസ്റ്റ് ക്യാൻസർ. ഇത്രയും സമയം നിങ്ങൾ കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു.